3000 വർഷങ്ങൾക്ക് മുമ്പ് യഹൂദ ജനത ഇസ്രായേൽ കുടിയേറി. അത് കുടിയേറി എന്ന് പറയാൻ കഴിയില്ല. എല്ലാ ലോകത്തും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ആ, പിന്നെ മാറിയൊക്കെ പോയി താമസിച്ചിട്ടുണ്ട്. സുരക്ഷിതമായ സ്ഥലങ്ങൾ തേടി തന്നെയാണ് മനുഷ്യർ താമസിച്ചത്. അതുകൊണ്ട് അതിനകത്ത് വലിയ കാര്യമില്ല. ദാവീദും സോളമൻ രാജാക്കന്മാർ യെരുശലേമായിരുന്നു പ്രധാന നഗരമായി അവർ കണ്ടിരുന്നത്. ക്രിസ്തുവർഷം 70-ൽ റോമാക്കാർ അവിടെ ആക്രമിക്കുകയും അത് പല കഷ്ണങ്ങളായി മാറുകയും ചെയ്തു. 1800 സയണിസ്റ്റ് പ്രസ്ഥാനം യൂറോപ്പിൽ യഹൂദർക്കെതിരെ പീഡനം കൂടിയപ്പോൾ പ്രത്യേക രാഷ്ട്രം വേണം എന്ന് പറഞ്ഞ് സയണിസം എന്ന പേരിൽ സയണിസ്റ്റുകളുടെ ഒരു സംഘവും രൂപപ്പെടുകയുണ്ടായി. എന്നാൽ ഇതിനിടയിൽ മറ്റു ചില സംഭവങ്ങൾ കൂടി ഉണ്ടായി. അതായത് 1500-കളിൽ ഓട്ടോമൻ ഭരണകൂടം ഉണ്ടായിരുന്ന ഈ പ്രദേശങ്ങളിലൊക്കെ ബ്രിട്ടീഷുകാർ കയറി കൈയടക്കുകയും അവർ 1947 വരെ ബ്രിട്ടീഷ് മാൻഡേറ്റ് ഓഫ് പാലസ്തീൻ, ശരിക്കും പറഞ്ഞാൽ ബ്രിട്ടീഷുകാരാണ് ഈ പല രാജ്യത്തും ചെന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചെന്ന് പല കുഴപ്പങ്ങളും ഉണ്ടാക്കിയതിൽ വളരെ പ്രധാനിയാണ് ബ്രിട്ടീഷുകാർ. ദക്ഷിണാഫ്രിക്കയിലാവട്ടെ, ഇന്ത്യയിലാകട്ടെ, പല രാജ്യങ്ങളിലും. എന്നാൽ 1947-ൽ ഐക്യരാഷ്ട്രസഭ ഒരു നിർദ്ദേശം, അതായത് ഐക്യരാഷ്ട്രസഭ ഉണ്ടായ സമയത്ത് തന്നെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നുണ്ട്. അതായത് യഹൂദന്മാർക്കും അറബുകാർക്കും 2 രാജ്യം വേണം എന്നുള്ള നിർദ്ദേശം. പക്ഷേ യെറുസലേം അവിടെ കിടക്കുന്നത് കൊണ്ടും വെസ്റ്റ് ബാങ്കും ഗാസ സ്ട്രിപ്പ് മുനമ്പൊക്കെ ഉള്ളത് കൊണ്ട്, കിഴക്കൻ യെറുസലേമൊക്കെ കിടക്കുന്നത് കൊണ്ട് അതൊരു വലിയ പ്രശ്നമായി പരിഹരിച്ചു വന്നില്ല. അതിനിടയിലാണ് ഈ 1948-ൽ നമ്മുടെ ബ്രിട്ടീഷുകാർ ഇസ്രായേലിനെ പ്രത്യേക രാജ്യമായി അംഗീകരിക്കുകയും ചെയ്തു. അതിനുശേഷം 1948 മെയ് 14-നാണ് ഇസ്രായേലിനെ അംഗീകരിച്ചത്. അതിനുശേഷം അതൊരു അറബ് ഇസ്രായേൽ യുദ്ധം ഇങ്ങനെ നടന്നുകൊണ്ടേ വന്നു. 67-ൽ 6 ദിവസത്തെ 6 ഡേ വാർ എന്ന് പറയുന്ന സംവിധാനം വന്നു. ആ സമരത്തിൽ വെസ്റ്റ് ബാങ്കും ഗാസ സ്ട്രിപ്പും കിഴക്കൻ യെറുസലേമെല്ലാം ഇസ്രായേൽ കീഴടക്കുന്ന കഥയാണ് വന്നത്. എന്നാൽ അതിനെ തുടർന്ന് വീണ്ടും 72-ൽ യോം കിപ്പൂർ വാർ എന്ന് പറയുന്ന അടി നടന്നു. പലതവണ ലെബനനുമായി ഇസ്രായേൽ യുദ്ധം നടന്നു. ഇസ്രായേൽ തുടർന്ന് പാലസ്തീൻ ഇസ്രായേലിന് വേണം എന്നുള്ളൊരാവശ്യം വന്നു. യെറുസലേമാണ് യഥാർത്ഥത്തിൽ പ്രധാന പ്രശ്നം. അത് 2 മതക്കാരെ സംബന്ധിച്ചിടത്തോളം, ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വൈകാരികമായിട്ടുള്ള ഒരു പ്രദേശമാണ് ഈ യെറുസലേം എന്ന് പറയുന്നത്. കാനാന്യരും യഹൂദറും റോമൻ അറബ് മുസ്ലിം ഭരണകൂടങ്ങൾ ഒക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ഞാനീ പറഞ്ഞ പാലസ്തീൻ എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ ഇതൊരു വളരെ വലിയ വിഷയമായി വരികയും വർഷങ്ങളായി 1947 മുതൽ 67 മുതൽ വലിയ യുദ്ധങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ 3 രാഷ്ട്രമാക്കുന്നതിനെക്കുറിച്ചും ചിന്തിക്കാവുന്നതാണ്. 3 രാഷ്ട്രം, വത്തിക്കാൻ സിറ്റി ചെറിയൊരു രാഷ്ട്രമല്ലേ, വളരെ ചെറിയൊരു സിറ്റിയാണ്. അത് വേണമെങ്കിൽ 3 രാഷ്ട്രമാക്കുന്നതിനെക്കുറിച്ചും ചിന്തിക്കാവുന്നതാണ്. യെറുസലേമിനെ 2 ഭാഗമായി തിരിച്ചുകൊണ്ട് ഒരു ഭാഗം പടിഞ്ഞാറൻ യെറുസലേം ഭാഗം ഇസ്രായേൽ നോക്കട്ടെ എന്നും മറ്റത് കിഴക്ക് യെറുസലേം ഭാഗം നമ്മുടെ പാലസ്തീൻ നോക്കട്ടെ എന്നും അങ്ങനെ 3 രാജ്യമാണ്. പക്ഷേ 3 രാജ്യമാക്കുമ്പോഴും പാലസ്തീൻ വെറുതെ ഇരിക്കില്ല എന്നുള്ള വേറൊരു പ്രശ്നമുണ്ട്. 1979 മുതൽ പാലസ്തീനും അവരെ കൊണ്ട് പറ്റുമെന്നുള്ള പണി അവരും ചെയ്തു വരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇതിനിടയിൽ പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ അവിടെ ഉണ്ടായി. ഹമാസിൻ്റെ ഒരു രൂപീകരണം ഉണ്ടായി. ഹമാസാണ് ഇപ്പോൾ ഗാസ കയ്യിൽ വച്ചിരിക്കുന്നത്. ഹമാസുകാരാണ്, പക്ഷേ അവർക്ക് അംഗീകാരം കിട്ടിയിട്ടില്ല. എന്നാൽ ഹമാസ് എന്ന രാജ്യമുണ്ട്. വെസ്റ്റ് ബാങ്ക് പാലസ്തീൻകാരും കൈയടക്കി വെച്ചിട്ടുണ്ട്. പാലസ്തീൻ ലിബറൽ ഓർഗനൈസേഷൻ, യാസർ അറാഫത്തൊക്കെ മരിച്ചുപോയി നേരത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു വലിയ കഥയായി നിൽക്കുമ്പോഴാണ് ഇറാനിൽ ഉള്ള മറ്റൊരു പ്രധാന പ്രശ്നമെന്ന് പറയുന്നത്, ഇറാനിൽ ഷിയാകൾ തിയോക്രസിയാണ് ഇറാനിലുള്ളത്. അവർ തിയോക്രസി എന്ന് പറയുന്ന തിയോക്രസി വിഭാഗത്തിൽ ഷിയ എന്ന് പറയുന്ന വിഭാഗമാണ്. ഇറാനിലും ഇറാഖിലും അസർബൈജാനിലും ബഹ്റൈനിലുമൊക്കെ ഷിയയാണ് കൂടുതലുള്ളത്. ഇനി മുസ്ലിംസിലും മറ്റൊരു വിഭാഗമുണ്ട്, സുന്നി. സൗദി, ഈജിപ്റ്റ്, ടർക്കി, ജോർദാൻ, ഖത്തർ, യു എ എന്ന് പറഞ്ഞാൽ അബുദാബി, ദുബായ്, അങ്ങനെ റാസൽ ഖൈമ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങൾ, പാകിസ്ഥാനിൽ, പിന്നെ അതുപോലെ തന്നെ ഇന്തോനേഷ്യ, ഈ ഭാഗങ്ങളിലൊക്കെ സുന്നിയുടെ വലിയ ഒരു കാര്യമുണ്ട്. അപ്പോൾ ഇതൊരു വലിയ ചർച്ചയാണ്. യമനും ഹുദീസുമായിട്ടുള്ള ഷിയാകളുടെ, ഹെസ്ബുള്ള ഷിയയുടെ കഥകൾ. ലെബനനും സിറിയയിലും രണ്ട് വിഭാഗക്കാരുമുണ്ട്. എന്തായാലും ഇത് വളരെ വലിയ തോതിലാണ് ഇവർ തമ്മിൽ അടിക്കുന്നത്. ഇതിനിടയിൽ ഇസ്രായേലും തമ്മിലുള്ള ഇപ്പോഴത്തെ തല്ലിൽ
അമേരിക്ക ഇതിനകത്ത് കയറി വന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിനകത്ത് വളരെ രസകരമായ മറ്റൊരു കാര്യം, ക്രിസ്തീയ മുസ്ലിം തല്ല് മാറി ഇത് സുന്നി ഷിയ തല്ലിലേക്ക് പോയതിനപ്പുറം അമേരിക്കയ്ക്ക് ഈ പറയുന്ന അറബ് രാജ്യങ്ങളിൽ പല രാജ്യങ്ങളിലും സൈനിക താവളങ്ങളുണ്ട്. അതും ഇറാനെ പ്രൊവോക്ക് ചെയ്യിച്ചിട്ടുണ്ട്. അപ്പോൾ ഇറാൻ്റെ പണി, ഇസ്രായേലിൻ്റെ പണി, ഈ ഓരോരുത്തരും അവരവരുടെ പണികൾ. ഇതിൻ്റെ ഇടയിലാണ് നമ്മൾ ഈ ഇറാൻ ഭരണാധികാരി നേരത്തെ 79 മുമ്പുണ്ടായിരുന്ന ഭരണാധികാരിയേക്കാൾ കുറച്ചുകൂടി അതായത് വയലൻ്റായി, വൈബ്രൻ്റായി ഖൊമേനിയ എന്ന് പറയുന്ന ഭരണാധികാരി എന്നും അടിയും ചർച്ചിലും ബഹളമായിട്ടൊക്കെ നടക്കുന്ന വ്യക്തിയാണ്. ആ ഖൊമേനിയയെ വധിച്ചു എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ പറയുന്നത്. ഖൊമേനിയുടെ കൊട്ടാരവും തകർത്തു, അവിടെ അവരുടെ ബന്ധുമിത്രാദികളെയൊക്കെ വധിച്ചു കളഞ്ഞു എന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. പക്ഷേ ഇതുവരെ നമ്മുടെ ഇറാൻ ഇതുവരെ അത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. ചിലപ്പോൾ അവരുടെ രാഷ്ട്രത്തിൽ അവനെ വധിച്ചു എന്നുള്ളത് അംഗീകരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. എന്തായാലും വലിയ യുദ്ധമാണ് നടക്കുന്നത്, വലിയ പ്രതിസന്ധിയിലേക്കാണ്. അമേരിക്കയെ കൂടി അതിനകത്ത് കൊണ്ട് തല വച്ചിട്ടുണ്ട്. ഇതിനിടയ്ക്ക് ഇറാൻ ആണവായുധം പ്രയോഗിക്കും എന്നുള്ള ചിന്തയിലേക്ക് ഇറാൻ വരുന്നു. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിന് ഈ പറഞ്ഞതുപോലെ അവർ ജൂതന്മാരുടെ ഒരു രാജ്യമാണ്. തീർച്ചയായിട്ടും അവർക്ക് ഒരു അവകാശമുണ്ട് ഇതിനകത്ത്, അവരുടെ രാജ്യത്ത് ഒരു അവകാശമുണ്ട്. അവർ ഒരുപാട് കഷ്ടപ്പെട്ടവരാണ്, ഒക്കെ ശരിയാണ്. പക്ഷെ നമുക്ക് വേണ്ടത് സ്ഥിരമായ ഒരു സമാധാനമല്ലേ? അതിനുള്ള പരിഹാരം എന്താണ്? ഇപ്പോൾ സുന്നി എന്നും ഷിയ എന്നും പറഞ്ഞ് ഒരേ മതത്തിലെ 2 വിഭാഗക്കാർ, ആലോചിച്ച് നോക്കൂ. ഇത് റമദാൻ മാസമാണ്. റമദാൻ മാസത്തിൽ എത്ര കുട്ടികളെയാണ് കൊല്ലുന്നത്, എത്ര പാവപ്പെട്ട സ്ത്രീകളെയാണ് കൊല്ലുന്നത്. അതുപോലെ തന്നെ ഇറാനിലെ സ്കൂളിൽ മിസൈൽ വെച്ച് 87 കുട്ടികളാണ് മരിച്ചത്. ഇറാനിലായാലും ഇസ്രായേലിലായാലും പാലസ്തീനായാലും ഹമാസിലായാലും വളരെ സാധുക്കളാണ് മരിക്കുന്നത്. എന്തുകൊണ്ട് സൈനിക താവളങ്ങളിൽ ഇടുന്നില്ല? ഇറാൻ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ, പിന്നെ ഇറാന് എന്തെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അമേരിക്കയുടെ സൈനിക താവളങ്ങളിൽ കൊണ്ടുവരണം. അതുപോലെ തന്നെ ഇസ്രായേലിന് താല്പര്യമുണ്ടെങ്കിൽ ഇറാൻ്റെ സൈനിക താവളത്തിൽ കൊണ്ടുവരണം. സൈനിക താവളം യുദ്ധം ചെയ്യാനാണല്ലോ സൈനികർ. പക്ഷേ അതിനപ്പുറം വിമാനത്താവളങ്ങളിൽ അറസ്റ്റ് ചെയ്യുക, ആൾക്കൂട്ടമുള്ള സ്ഥലങ്ങളിൽ കുട്ടികളെയൊക്കെ കൊല്ലുക എന്ന് പറയുന്നത് യുദ്ധത്തിൻ്റെ മറ്റൊരു മുഖമാണ്. ഒരു കാരണവശാലും അത് അംഗീകരിക്കാവുന്നതല്ല. ഒരു കാരണവശാലും യുദ്ധം ഒന്നിനും പരിഹാരമല്ല. 1-ാം ലോക മഹായുദ്ധം നടന്നു, നമ്മൾ മനസ്സിലാക്കിയതാണ്. എന്താണ് അതിൻ്റെ ബാക്കിപത്രം? 2-ാം ലോക മഹായുദ്ധം നടന്നു, എന്താ ബാക്കിപത്രം നടന്നത്? ഇന്ത്യയിൽ നോക്കൂ, കുരുക്ഷേത്ര യുദ്ധം നടന്നു, എന്താണ് ബാക്കിപത്രം? യുദ്ധം ഒരിടത്തും സമാധാനത്തിന് എതിരായി നിൽക്കുന്നു എന്നുള്ളതല്ലാതെ യുദ്ധം ഒരു പരിഹാരമല്ല. ഇത് എങ്ങനെ ഐക്യരാഷ്ട്രസഭ വളരെ വീക്കാണ്, അവർക്കൊന്നും ചെയ്യാനില്ല. ട്രംപിൽ അതിൽ നിന്ന് മാറി, അമേരിക്ക അതിൽ നിന്ന് മാറി, അതിൽ വിശ്വാസമില്ല എന്നൊക്കെ പറഞ്ഞ് വേറെ സമാന്തര ബോർഡൊക്കെ ഉണ്ടാക്കിയപ്പോൾ ട്രംപിനും ഐക്യരാഷ്ട്രസഭയും വളരെ വീക്കാണ്. അപ്പോൾ അവർക്കും എന്ത് ചെയ്യണമെന്നല്ല. ഒരു ചുമ്മാ ഇന്ന് UN രക്ഷാസമിതിയൊക്കെ കൂടുന്നു എന്ന് പറയുന്നു, പക്ഷേ ഒരു കാര്യമില്ല. അവർ കൂടിയിട്ടൊന്നും അതൊന്നും ട്രംപ് കേൾക്കുന്ന കാര്യമല്ല. ട്രംപ് വളരെ വളരെ വയലൻ്റായി നിൽക്കുന്ന ഒരു കാഴ്ചയുണ്ട്. ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം നോക്കൂ, എത്ര ലക്ഷം ആളുകളാണ് ഇന്ത്യക്കാരാണ് വിദേശത്തൊക്കെ ഉള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഖത്തറിലായാലും ഒമാനിലായാലും ഇറാനിലായാലും ഇറാഖിലായാലും ഈ പറയുന്ന ഏത് രാജ്യങ്ങളിലായാലും ഇന്ത്യക്കാർ ഉൾപ്പെടെ വളരെ പ്രതിസന്ധിയിലാണ്. ഈ പ്രതിസന്ധി നമുക്ക് ഒഴിവാക്കേണ്ടതാണ്. ഇനിയെങ്കിലും ഇസ്രായേലും ഇറാനും പാലസ്തീനുമൊക്കെ ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് പരിഹരിക്കാൻ ഐക്യരാഷ്ട്രസഭയ്ക്ക് കഴിയുമോ എന്നുള്ളതാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഒരു രാജ്യക്കാരും യുദ്ധം ആഗ്രഹിക്കുന്നില്ല. അത് കൊടുത്തതായാലും വാങ്ങിയതായാലും പണ്ട് അങ്ങനെ നടന്നു. ഒരു കാലഘട്ടത്തിൽ പിന്നെ വെറിയന്മാരുടെ കാലം നടന്നു. പക്ഷേ ഇന്ന് പുതിയ AI യുഗത്തിൽ ഇത് അനിവാര്യമാണോ എന്ന് എല്ലാ രാജ്യങ്ങളും ആലോചിക്കേണ്ടതാണ്. പക്ഷം തിരിഞ്ഞ് ഇസ്രായേലെന്നും ഇറാനെന്നും അതുപോലെ തന്നെ പല രാജ്യങ്ങളെന്ന് പറഞ്ഞ് നമ്മൾ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും വളരെ സാധാരണ ആളുകൾ കൊല്ലപ്പെടുന്നത് നമുക്ക് വേദനയുണ്ടാക്കുന്നതാണ്. അത് ഒരു യുദ്ധത്തിൻ്റെ എല്ലാ മാന്യതയും ലംഘിച്ചുകൊണ്ട് പോകുന്നതാണ്, ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് തന്നെ ഈ യുദ്ധങ്ങൾ അവസാനിക്കുകയും മാനവരാശി സമാധാനത്തോടുകൂടി കഴിയുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം.